രഹന ഫാത്തിമ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വരും. എൻ്റെ മൊത്തം ഡീറ്റെയിൽ വരും. മലയാള സിനിമ ഒന്നും കാണാനല്ല, ജീവിതത്തിലെ എന്നും പ്രശ്നങ്ങൾ മാത്രം പോലല്ല, അവർക്ക് സന്തോഷം കൂടെ വേണ്ടേ. ഇപ്പോൾ ആ പാതയിലാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നില്ലായിരുന്നു, പിന്നെ ഒരു പ്രാവശ്യം അകത്തായതുകൊണ്ട് വരാതിരുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്, പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു എന്താ പറയുക, നല്ല അനുഭവങ്ങൾ തന്നെയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള പടങ്ങളൊക്കെ കാണുന്നുണ്ട്, നല്ല പടങ്ങളാണ്. എപ്പോഴും വിവാദങ്ങൾ പിന്തുടർന്നൊരു നായികയാണ്. അപ്പം ഈ പ്രാവശ്യം വിവാദമൊന്നും ഇല്ല, അതിന് സമാധാനമുണ്ടോ, എങ്ങനെയുണ്ട് ഇപ്പോൾ? അല്ലേ, നമുക്ക് ജീവിതത്തിലെ എന്നും പ്രശ്നങ്ങൾ മാത്രം പോലല്ല, അവർക്ക് സന്തോഷം കൂടെ വേണ്ടേ. ഇപ്പോൾ ആ പാതയിലാണ്. മലയാള സിനിമ ഒന്നും കാണാനല്ല. സാധാരണ ഞാൻ IFFK അല്ലെങ്കിൽ IFFIക്ക് പോകുമ്പോഴത്തേക്കും മലയാളം മാക്സിമം കാണാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അതിന് വേറെയും ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ടല്ലോ. അതർ കൺട്രീസ് മൂവി ചിലപ്പോൾ അങ്ങനെ എല്ലാം അവൈലബിൾ അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അത്രയും ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലൊക്കെ മൂവിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാത്രമേ മലയാളം കാണാറുള്ളൂ കേട്ടോ. അതൊരു പ്രശ്നമായിട്ട് പറയുന്നതല്ല, ഞാൻ എനിക്ക് അല്ലാതെ കാണാൻ വേണ്ടി ഓപ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞാൽ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ആണെങ്കിലും അല്ലാതെയൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് വരാറുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നില്ലായിരുന്നു, പിന്നെ ഒരു പ്രാവശ്യം അകത്തായതുകൊണ്ട് വരാതിരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ലൈഫ് അടിപൊളിയാണ്. അതല്ല, നമ്മളെ ലൈഫിൽ എന്തായാലും നമ്മൾ എന്താ പറയുക, ജനിച്ചു, എന്തായാലും ജീവിക്കണം. സ്ട്രഗിൾസൊക്കെ ഉണ്ടാവും, അത് അതിന് എന്താ പറയുക, ഒരു ഗെയിമിൻ്റെ പാർട്ടാണല്ലോ. അപ്പോൾ നമ്മളതിനെ എപ്പോഴും ഇങ്ങനെ സങ്കടമായിട്ട് ഇങ്ങനെ അത് ആലോചിച്ച് ടെൻഷനായി അങ്ങനെ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അത് നമ്മളതിനെ കൂടുതൽ ഡൗൺ ആക്കുകയുള്ളൂ. അതിന് പകരം എന്തായാലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണം. അത് കുറച്ച് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു ഇതെങ്കിലും ഉണ്ടാവും. പൊതുവേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ സന്തോഷങ്ങളല്ലേ പങ്കുവയ്ക്കാറുള്ളൂ, സങ്കടം ആരും പങ്കുവയ്ക്കാറില്ലല്ലോ. ഒരുപാട് കൂടുതൽ സ്ത്രീകൾ വേട്ടയാടിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പം അത് ഇപ്പോൾ അതൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ ഇപ്പോഴും ആൾക്കാരെന്തെങ്കിലും പറയാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണോ അത്? ഈ നമ്മൾ ഈ പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് ബോഡി പൊളിറ്റിക്സ് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. പുരുഷനാണെങ്കിലും സ്ത്രീയൊക്കെയാണെങ്കിലും ഒക്കെ ഇങ്ങനെ നമ്മൾ ഈ സൊസൈറ്റിയുടെ പാർട്ടാണല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് പ്രശ്നമാണ്. കുറേ പേര് സമയമെടുത്ത് മനസ്സിലാക്കും, മാറും. നമ്മളും അങ്ങനെ ഓരോ സമയത്ത് ഓരോരുത്തർ ചെയ്തതിൻ്റെ ഫലം അടുത്ത തലമുറയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഭാഗമല്ല, എന്നാലും ചോദിക്കാം, പ്രതികരിക്കാം. ഇത് മുമ്പേ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ റിഗ്രറ്റ് വല്ലതും ഉണ്ടോ, ഇപ്പോഴെന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്തതിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണ്ടായിരുന്നു, അത് കാരണം അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്താ പറയുക, ചെയ്യേണ്ടത് നമ്മളെപ്പോഴായാലും ചെയ്തു. എനിക്ക് അത്ര അതിനെങ്ങനെ കാണുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ IFFK വേദിയിലാണ്, 21ാമത്തെ IFFK നടക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, വൈബൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് എന്താ പറയുക, ഈ പറഞ്ഞാൽ ഒരു വർഷം മാറിയെന്ന് വന്നുകൊണ്ടാകുന്നുണ്ട് കുറച്ചും കൂടെ കളർഫുള്ളായിട്ടും. പിന്നെ കുറേ പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സിനിമാ മോഹികളും സിനിമയോട് താല്പര്യമുള്ളതായിട്ടുള്ള ഒത്തിരി പേര് ഒക്കെ വരുന്നത് നല്ല കാര്യമാണ്. പിന്നെ ഇങ്ങനെ ഒരു കൂടിച്ചേരലുകളും സൗഹൃദങ്ങളൊക്കെ മനുഷ്യന്മാരെ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടോ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പോലെയല്ല എല്ലാവർക്കും ഫീൽ ചെയ്യുക. അപ്പോൾ അതൊക്കെ മനുഷ്യനെ ഇങ്ങനെ സന്തോഷം നൽകുന്ന കാര്യമല്ലേ, അറിയാം, മനുഷ്യന്മാരെ കാണുന്നത്, സംസാരിക്കുന്നത്, അതിനെ എൻജോയ് ചെയ്യുന്നു. 85 കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സിനിമാ നടിമാർ അവരെ ആദരിച്ചുകൊണ്ടൊരു ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അവരാദരിച്ചു. പോയായിരുന്നു, അറിഞ്ഞായിരുന്നു? അത് അറിഞ്ഞായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. ഞാൻ ഓൾറെഡി സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് സിനിമ കാണുന്ന കാരണം അവിടെ പോകാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ കേട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു പരിപാടി നടക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പൊതുവേ നേരത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ നായക പ്രാധാന്യമായിരുന്നല്ലോ കൂടുതൽ. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന സ്ത്രീകൾ അവരെയും കൂടെയൊക്കെ ഓർക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു കാര്യമാണ്. കുറച്ച് കാലം മുമ്പേ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന് വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ ഇപ്പോഴും എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച സ്ത്രീകൾ അങ്ങനെ ആ ഒരു രീതിയാണ് കേട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ ആ ന്യൂസുകൾ കേൾക്കുന്നുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കമ്മിറ്റി വന്നുകൊണ്ട് അതിലുള്ള പ്രശ്നങ്ങൾ പുറത്തറിഞ്ഞു. ഇതേപോലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ മാത്രമല്ല പല രീതിയിലും ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ പുറത്ത് വരുമ്പോഴാണ് കുറച്ചും കൂടെ
അങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന ആളുകൾ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പറയുന്നത്. യൂട്യൂബ് ചാനൽ പുതിയതല്ല, പഴയത് തന്നെയാണ്. ഇനി മതി സോറി. എന്തു പറയാ, എല്ലാവരും ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതെല്ലാം യൂസ് ചെയ്യണം. എൻ്റെ ചാനലിൻ്റെ കേട്ടോ, രഹന ഫാത്തിമ. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വരും, എൻ്റെ മൊത്തം ഡീറ്റെയിൽ വരുമല്ലോ. അപ്പോൾ സുഖമായിട്ട് കയറിയിട്ട് എന്താ പറയുക, ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യാനൊക്കെ പറ്റും ചെറുതായിട്ട്. ഇല്ല, മനുഷ്യന്മാർ ആരും ജോലി തരുന്നില്ല എന്നൊക്കെ. എന്നാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ഒരു ഇതിന് ബാക്കപ്പ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ